ഇന്നത്തെ സ്പെഷ്യൽ എന്താ സംഭവം? നമ്മള് അപ്പവും ചിക്കനും വീട്ടിൽ നിന്നല്ലേ? അരിയല്ലേ സംഭവം? അരി ഓക്കെ. കുറച്ച് മുരിഞ്ഞു ചെയ്യാലേ. നാടൻ ചിക്കനല്ല വാങ്ങിയതാ? ഓക്കെ. പരീക്ഷണ അടിസ്ഥാനത്തിലാകുന്നതല്ല, ഇത് മുമ്പേ ആക്കി പരിചയമുണ്ടോ? എന്റെ ഒരു ഫ്രണ്ട് ശേഷി വന്നിട്ട് എന്റെ റെസിപ്പി വന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നോക്കുന്നത് ഒരു ട്രൈ അല്ലേ? ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല. അത്രയല്ലോ. ഇത് പുതിയ വെറൈറ്റി പരീക്ഷണ. ഞാൻ പറഞ്ഞില്ലേ, ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല. ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല. ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല. ചിലർക്ക് ചിലത് ശരിയാവും, ചിലർക്ക് ചില ശരിയാവില്ല. അങ്ങനെ അതുകൂടി ചേർത്തല്ലോ. ഇപ്പൊ നേരത്തെ ആദ്യത്തെ സെന്റൻസിൽ കണ്ടു. എനിക്ക് പറയില്ല. ഇപ്പൊ രണ്ടാമത് പുതിയ സെന്റൻസ് കൂട്ടിയല്ലേ പറഞ്ഞേ. മാത്രമേ സെറ്റപ്പ് ഉണ്ട് നീ പറഞ്ഞൊക്കെ. പക്ഷെ ഇതൊരു എന്താ പറയാ, പറഞ്ഞതിനൊരു വിഷമം ആപ്പത്തിൽ കാണുന്നുണ്ട്. ഒരു മുഖം കണ്ട ഒരു ഇതൊക്കെ വിഷമം പിടിച്ചൊക്കെ. ഈ പാചകം എന്ന് പറയുന്നത് ഒരു കലയാണ്. കല മാത്രമല്ല, അതൊരു പരീക്ഷണം കൂടിയാണ്. ഇനി നമുക്ക് രണ്ട് ഭാഗവും, ഈ പത്തലിന് രണ്ട് ഭാഗവും നമ്മൾ മറിച്ചിട്ടൂലേ. ഇനി അടുത്ത പത്തലിന് ഒരു ഭാഗം മാത്രം നമ്മൾ എന്താക്കുന്നു, മറിച്ചിടാൻ ഒരു ഭാഗം മാത്രം നമ്മൾ പരീക്ഷിക്കും. ഞാൻ അടുത്തത് എണ്ണ ഒഴിക്കാണ്ടാക്കാൻ പരിപാടിയില്ല. എങ്ങനെ അപ്പൊ എല്ലാം ഈ പാചകം നമ്മൾ എന്താക്കുക, നമ്മളതായ ഒരു പരീക്ഷണം, നമ്മളതായ ഒരു കയ്യൊപ്പ് എല്ലാ പാചകത്തിലും നമ്മൾ പരീക്ഷിക്കണം. നമ്മൾ അടുത്ത് ഒന്നാക്കിയാലോ? ഒരു കാര്യം പറയാം. പിന്നെ നിന്റെ കൈമ ഒഴിക്ക്, നിന്റെ കൈ മുക്കണ്ണയിൽ അതൊരു പരീക്ഷയാക്കി കൂടെ അങ്ങനെയൊക്കെയല്ലോ വെറൈറ്റി അല്ലേ? ഓ ഇതിലാണ് സൂപ്പർ കേട്ടാ. അത് ഞാൻ പറയുന്നത് ഇനി ഞാൻ മറിച്ചിടുന്നില്ല, പകരം ഇതിന്റെ ഒരു ഭാഗം മാത്രം ഇത് വന്ന് വെച്ചിട്ട്. പക്ഷെ ഇപ്പം സൂപ്പറായി. പക്ഷെ അവസാനം എന്താ പറയാ, ഒരു കറിയുന്ന പോലെ ആവുന്നത് നമുക്ക്, ഒരു വിഷമം പോലെ ഞാൻ ഒടിഞ്ഞു ഇതായിട്ട്. അല്ലെങ്കിൽ പരീക്ഷണത്തിന്റെ ഭാഗമായിട്ട് ഓക്കെ ഉണ്ടാവുന്നു. പിന്നെ ഈ ഭക്ഷണത്തിൽ കാണുന്ന ചേലല്ല ഭക്ഷണത്തിന് തിന്നുന്ന സ്വാദാണ് ഭക്ഷണത്തിന്. പിന്നെ മനസ്സ് തരണം അല്ലേ? തിന്നുന്നവരുടെ മനസ്സ് തരണം, നമ്മുടെ ലക്ഷ്യം. ഈ തിന്നുന്നവരെ മനസ്സ് തരണം, ആക്കുന്ന നമ്മൾ മനസ്സ് തരണം. നിന്റെ മനസ്സ് തരുന്നത് ഇപ്പൊ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും ദേഷ്യത്തോടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ദേഷ്യത്തോടെ ഒന്നും ഒരിക്കലും ഉണ്ടാക്കാൻ പാടില്ല. ഇന്നൊരു ഭക്ഷണം ആക്കാവുന്ന രീതിയിൽ മനസ്സന്തോഷത്തോടെ വേണം നമ്മൾ അടുക്കളയിലേക്ക്. തൃപ്തികരം തന്നെ ഇതിലോ തൃപ്തിയാ? ഇത് തൃപ്തി തന്നെ. ഇതൊന്നും വളർത്തിയിട്ടാൽ ഇതേ കണ്ടില്ല. ആ മറ്റേ ഇത്